വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ട്രാവലിംഗ് വ്ളോഗ് കണ്ടാലോ? കുറേ നാളായില്ലേ നിങ്ങൾ ഫിഷിംഗ് വ്ളോഗ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കാനഡയിലെ മറ്റൊരു പ്രൊവിൻസായ ന്യൂ ബ്രൗൺസ്വിക്കിലേക്കാണ്. നമുക്ക് പിന്നെ എവിടെ പോയാലും ഷോപ്പിംഗ് മസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നും ആദ്യം ഇറങ്ങിയിട്ട് പോയത് ഷോപ്പിങ്ങിനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഷോപ്പിങ്ങിന് പോയതെങ്കിലും ആരാണ് ഷോപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ പെട്ടെന്നൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ന്യൂ ബ്രൗൺസ്വിക്കിലെ മോങ്ക്ടൺ എന്ന് പറയുന്ന സിറ്റിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഓൾമോസ്റ്റ് 350 കിലോമീറ്റേഴ്സ് ഉണ്ടാവും മോങ്ക്ടൺ വരെ പോകുന്നതിനായിട്ട്. ഞങ്ങൾ വെറുതെ മോങ്ക്ടൺ വരെ പോകുന്നതല്ല, എൻ്റെ ക്രിക്കറ്റ് ഭ്രാന്തനായ ഹസ്ബൻഡിൻ്റെ ഒരു ക്രിക്കറ്റ് മാച്ച് മോങ്ക്ടണിൽ വെച്ച് നടപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കും കാലുവേദനയാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സുഖമല്ലേ? പിന്നെ ഫുഡ് നമുക്ക് മസ്റ്റായത് കാരണം വീട്ടിൽ നിന്ന് നല്ലൊരു പൊതിച്ചോറും കരുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പണിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ദൂരം ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പൊതിച്ചോറ് കേടായി പോകും. പക്ഷെ കേടായിട്ടൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി പൊതിച്ചോറായിരുന്നു. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് ഇഷ്ടമായി. പൊതുവേ ഉണ്ണേട്ടന് ചോറിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്, പക്ഷേ ഈ പൊതിച്ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊതിച്ചോറൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. മോങ്ക്ടണിൽ ഞങ്ങളൊരു Airbnb ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന Airbnb. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ലഗേജൊക്കെ ഉണ്ണേട്ടനെ ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങി. അവിടെ ഒരു മാഗ്നറ്റിക് ഹില്ലുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ഈ മാഗ്നറ്റിക് ഹില്ലിൽ ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷൻ ഉണ്ട്. സാധാരണ നമ്മൾ കാറ് ന്യൂട്രൽ ഇട്ടാൽ അത് മൂവ് ചെയ്യാറില്ലല്ലോ. എന്നാൽ ഇവിടെ മാഗ്നറ്റിക് ഹില്ലിൽ വന്നിട്ട് നമ്മൾ കാറ് ന്യൂട്രൽ ഇട്ടാലും അത് മൂവ് ചെയ്യും എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ന്യൂട്രലാണ് ഗൈസ്. എനിക്കത് വലിയൊരു ഇല്യൂഷനായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്നെ ഉണ്ണിട്ടും ട്രോളുന്നുണ്ടായിരുന്നു, ഇല്യൂഷൻ തോന്നാനും വേണം ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു സുവനീർ ഷോപ്പിലേക്കായിരുന്നു. കുറേ നേരത്തെ കണ്ടുപിടുത്തത്തിന് ശേഷം ഒരു സുവനീർ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ വന്നത് മാഗ്നറ്റിക് ഹിൽ വൈനറിയിലേക്കാണ്. ഇവിടെ പലതരത്തിലുള്ള വൈൻസ് നമുക്ക് കിട്ടും. ഗ്രേപ്പ് വൈൻ, ബ്ലൂബെറി വൈൻ, അങ്ങനെ പലതരത്തിലുള്ള വൈൻസ് നമുക്ക് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം. മതി എനിക്ക്
ഇത് ഞങ്ങൾ പോയ വൈനറിയുടെ ഒരു വശത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ വൈൻസൊക്കെ ടേസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയത് അവിടെ അടുത്തുള്ളൊരു റിവർ സൈഡിലേക്കാണ്. ഭയങ്കര അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു റിവർ സൈഡായിരുന്നു അത്. കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. വയറ്റിന് വിളി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നൂഡിൽസ്, ലാം ബിരിയാണി, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എനിക്കൊരു ഹക്ക നൂഡിൽസും ഉണ്ണിയേട്ടനൊരു ലാം ബിരിയാണിയും ഓർഡർ ചെയ്തു. പക്ഷേ ആദ്യം എൻ്റെ ഹക്ക നൂഡിൽസ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ ലാം ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ. ആണോ? എനിക്ക് വേണ്ട. ഉണ്ണിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹക്ക നൂഡിൽസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്രിക്കറ്റ് മാച്ചും കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ട്രാവലിംഗ് വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്.